ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് അവനൊരു ബോഡി ഉണ്ട്, ഒരു സോൾ ഉണ്ട്, സ്പിരിറ്റ് ഉണ്ട്. യെസ്, അവന്റെ സ്പിരിറ്റിന് ദൈവത്തിന്റെ ആ സ്പിരിറ്റിനെ മനഃപൂർവ്വമായിട്ട് വിളിച്ചു വരുത്തി അവന്റെ സ്പിരിറ്റിനെ ദൈവത്തിന്റെ കൊടുക്കുകയും യേശു അവന്റെ ഉള്ളിൽ വസിക്കുകയും ചെയ്യുന്ന ആ പ്രോപ്പറായിട്ടുള്ള അവസ്ഥ ഇല്ലെങ്കിൽ, വെളിച്ചമില്ലെങ്കിൽ ഇരുട്ടുണ്ടാവും. അതായത് ഇങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത്, ദൈവികവുമല്ല സാത്താനികവുമല്ല, ജസ്റ്റ് മാനുഷികം. അതായത് അവന്റെ സ്പിരിറ്റിനെ ആരും ടച്ച് ചെയ്യണില്ല പോലും, അങ്ങനെ സംഭവമില്ല. ഇഫ് ഗോഡ് ഈസ് നോട്ട് ദെയർ, ഡെഫിനറ്റ്ലി സാത്താൻ ഈസ് ദെയർ. വെളിച്ചമില്ലെങ്കിൽ അവിടെ ഇരുട്ടുണ്ടാവും. അവിടെ അതിന്റെ ഇടയ്ക്ക്, അതായത് യോഹന്നാന്റെ ലേഖനത്തിൽ വെളിച്ചവും ഇരുട്ടുമല്ലാത്ത വേറൊരു ഒരു അവസ്ഥയൊന്നും പറയുന്നില്ല. ഒന്നീ വെളിച്ചം അവിടെ അത് ആദ്യം മനസ്സിലാക്കുക. നമ്മുടെ സ്പിരിറ്റിനെ ഒന്നീ സാത്താൻ അക്സസ് ചെയ്തുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ ദൈവം അക്സസ് ചെയ്തുകൊണ്ടിരിക്കും.